ക്ഷമ കേരളത്തിലെ ആത്മഹത്യകളുടെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ ആസ് യൂഷ്വൽ പുരുഷന്മാരാണെന്നാണ് പറയുന്നത്. കുറേ നാളായിട്ട് നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണ്, ഈ ആത്മഹത്യ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത് വലിയ ചർച്ചയാവാറുമില്ല. എന്താണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ കണക്ക് പുറത്തു വന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള പോലീസിലെ നടക്കുന്ന ആ വർക്ക് പ്രഷർ കൊണ്ടുള്ള ആത്മഹത്യയെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് നല്ല രീതിയിൽ പോയി. അപ്പോൾ ഇന്ന് ഈ പുരുഷന്മാരുടെ ആത്മഹത്യ എന്തുകൊണ്ടാണ്, എന്താണ് ഇവർക്ക് ഈ ആത്മഹത്യ ചെയ്യാനുള്ള ചേതോ വികാരം ഉണ്ടാകുന്നത്? ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം, ഇന്നലെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ നമ്മൾ പറഞ്ഞ പോലീസിലെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സാധാരണക്കാരുടെ ആത്മഹത്യയെക്കുറിച്ച് കൂടി നിങ്ങൾ പറയണം എന്ന്, അതിൻ്റെ കണക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു ചോദ്യമൊക്കെ അദ്ദേഹം ഉന്നയിച്ചു. വളരെ നിരാശ നിറഞ്ഞൊരു സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ. കുറേ നേരം ഞാനത് കേട്ടിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടായത്. ഇപ്പം ഇത് എടുത്തിരിക്കുന്നത്, ഇതിപ്പോൾ കണക്ക് പുറത്തു വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ കണക്ക് പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ ഈ കണക്ക് വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഷാജി, KPCC സെക്രട്ടറിയാണ് അദ്ദേഹം 485 പോലീസ് സ്റ്റേഷനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവരാവകാശ രേഖ നൽകി. നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യം. ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്ന മറുപടിയാണ്, പിന്നെ 81 പോലീസ് സ്റ്റേഷനുകൾ ഇതിൽ മറുപടി നൽകിയില്ല. 81 പേർക്ക് മറുപടി നൽകിയില്ല. അവർ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് വന്ന് പരിശോധിക്കാനാണ്. അതായത് വിവരാവകാശത്തിന് ഉടായ്പുണ്ടെങ്കിൽ മറച്ചുവെക്കാൻ വേണ്ടി പല സർക്കാർ സംവിധാനങ്ങളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ നേരിട്ട് വന്ന് പരിശോധിക്കൂ എന്ന് പറയും. പണ്ട് KSRTCയിലെ അഴിമതി സംബന്ധിച്ച സംശയം തോന്നിയിട്ട് ഞാനൊരു വിവരാവകാശം കൊണ്ട് കൊടുത്തപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞ് നേരിട്ട് വന്ന് പരിശോധിക്കാൻ തന്നു. അങ്ങനെ ഞാൻ നേരിട്ട് പോയി പരിശോധിക്കാൻ ചെന്നപ്പോൾ എനിക്ക് കുറേ രേഖകൾ കൊണ്ട് തന്നു. ഇതെന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനത് കുറേ പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് KSRTCന്ന് റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ടാണ് ഞാൻ ഇത് സ്റ്റഡി ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക്, പിന്നെ 36,213 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 81 പോലീസ് സ്റ്റേഷനിലെ കണക്കില്ല. 36,213 പേർ ആത്മഹത്യ ചെയ്തു. അതിൽ 21,476 പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ 5,585. അതായത് ഇരട്ടിയിലധികമുണ്ട് പുരുഷന്മാരുടെ ആത്മഹത്യ. ഇതിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് 608 പേർ. 608 പേരെന്ന് പറയുമ്പോൾ, കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ഏത് പ്രായവും അത് കുട്ടിയായിട്ടാണ് കരുതാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഇതിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ ശ്രമിച്ചത്. കൂടുതൽ പഠനം നടത്തിയപ്പോൾ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയാണ് ഈ രാജ്യത്തെ ആത്മഹത്യയുടെ ഒരു തലസ്ഥാനം എന്ന് തന്നെ പറയാൻ പറ്റും. കൊല്ലം ജില്ലയിലെ കണക്കുകൾ പ്രകാരം, കൊല്ലം ജില്ലയിലെ കണക്കുകളാണ് നമ്മളിങ്ങനെ നോക്കി വന്നത്. ഇതിൽ 1 ലക്ഷത്തിൽ എത്ര പേർ മരിച്ചു എന്ന് വെച്ചാണ്, 1 ലക്ഷം വെച്ചാണ്, 1 ലക്ഷം ജനങ്ങളിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്നാണ് വെച്ചതാണ് നമ്മൾ ഈ ആത്മഹത്യയുടെ നിരക്ക് പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കൊല്ലം ജില്ലയിലെ ആത്മഹത്യക്ക് വളരെ വലിയ പ്രത്യേകതകളൊക്കെ ഉള്ള സംഭവമാണ്. കൊല്ലം ജില്ലയിൽ, അത് ഞാൻ റിപ്പോർട്ടറായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വാർത്ത ചെയ്തിരുന്നു. അവിടെ കുന്നത്തൂർ എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. കുന്നത്തൂർ എന്ന് പറയുന്നത് ശാസ്താംകോട്ടയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ കുന്നത്തൂർ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൈവരി വളരെ താഴ്ന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ താഴെ കല്ലടയാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾ ചെന്ന് ഇങ്ങനെ നിന്നിട്ട് വണ്ടികൾ, അതിന്റെ തൊട്ടടുത്ത് ആകപ്പാടെയുള്ള ഒരു ചെറിയൊരു പെട്ടിക്കട പോലുള്ളൊരു കടയുണ്ട്. ഈ ചേട്ടനാണ് എല്ലായ്പ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നത് ആള് ചാടിയിട്ടുണ്ടെന്ന്. സ്ഥിരം ഏരിയ ആണത്. ഒരു ആത്മഹത്യാ മുനമ്പാണ് ഈ കുന്നത്തൂർ പാലം. ഇതിന്റെ കൈവരി വന്ന് നിൽക്കുക, എടുത്തൊറ്റ ചാട്ടം. പിന്നെ ചാടിയാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാടുന്ന ആൾക്ക് ഒരു കാരണവശാലും മുകളിലേക്ക് ഉയർന്നു വരാൻ പറ്റില്ല. അത്ര നീന്തൽ പഠിച്ച ആൾക്കാണെങ്കിൽ പോലും ഉയർന്നു വരാൻ പറ്റില്ല. കാരണം താഴേക്ക് ചെന്ന് ഇടിക്കുന്നത് നല്ല പാറയുണ്ട് ഇതിൻ്റെ അടിയിൽ. അതിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉയർന്നു വരിക സാധ്യമല്ല. 3 ദിവസം കഴിഞ്ഞ ശേഷമൊക്കെയാണ് അവിടെ ബോഡികൾ കണ്ടെത്താറുള്ളത്. അതാണ് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. അവിടുത്തെ ഒരു ആത്മഹത്യയുടെ ഫോർമാറ്റ് അത് സ്ഥിരമാക്കിയിരിക്കുകയാണ് അവിടെ. സ്ഥിരമായിട്ട് ഈ അടുത്തിടയ്ക്ക് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവിടെ CCTV ക്യാമറ സ്ഥാപിക്കാനും ഉയർന്ന വേലി ഉയർന്ന രീതിയിൽ കൈവരി ഉയർത്താനും ഒക്കെ പിന്നെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അപ്പുറം ഇപ്പുറം ഏതാണ്ട് 200 മീറ്ററോളം വളരെ വിജനമായിട്ടുള്ള ഏരിയ ആണിത്. ഈ കുന്നത്തൂർ പാലത്തിലൂടെയാണ് ശാസ്താംകോട്ടയിലേക്കുള്ള വണ്ടികൾ കടന്നു പോകുന്നത്. ഈ വണ്ടിയിലുള്ള ആൾക്കാരാണ് ചിലപ്പോഴൊക്കെ ഈ കടന്നു പോകുന്ന വാഹനങ്ങളിലുള്ളവരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇനി നമുക്ക് കൊല്ലത്ത് ആത്മഹത്യയുടെ കണക്ക് നോക്കാം. 487 പേർ 2021 മാത്രം കൊല്ലത്ത് ആത്മഹത്യ ചെയ്തു. 487 പേർ.
487 പേർ കൊല്ലത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനസംഖ്യയുടെ കണക്കനുസരിച്ച് 11 ലക്ഷമേ ഉള്ളൂ കൊല്ലം നഗരത്തിലെ ജനസംഖ്യ. അതിലാണ് 487 പേർ. ഈ 487 പേരുടെ പ്രത്യേകത അവിടെ ഡോക്ടേഴ്സ് അടക്കം ആത്മഹത്യ ചെയ്യുന്നു. ഈ കൂടുതലും ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് അതെ, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് ആത്മഹത്യ ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ വ്യാപകമായിട്ട് ഈ ആത്മഹത്യാ തോത് ഏറ്റവും കൂടുതൽ രാജ്യത്ത് തന്നെ. അതിന് പിന്നിലുള്ള ജില്ല ഏതാണെന്ന് അറിയാമോ? ബംഗാളിലെ അസൻസോൾ എന്ന് പറഞ്ഞ ജില്ലയാണ്. കൊല്ലം കഴിഞ്ഞ ആത്മഹത്യ. കൊല്ലമാണ് 1ാം സ്ഥാനം. കൊല്ലത്തിന് പിന്നാലെ അസൻസോൾ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ഒരു ജില്ലയാണ് 2ാം സ്ഥാനത്ത്. എന്താ ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഇവരുടെ ഒരു ചേതോ വികാരം? എന്താ തോന്നുന്നത്? ഇവരുടെ ഒരു ചേതോ വികാരം എന്ന് പറയുന്നത്, ഒന്ന് ഏറ്റവും പ്രധാനമായും പറയപ്പെടുന്നത് 46 അതായത് 46 മുതൽ 59 വയസ്സുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ. അതാണ് കണക്ക്. അതായത് ആത്മഹത്യ ചെയ്യുന്നവരിൽ 27.8% ഈ 46 മുതൽ 59 വരെയുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശ, പരാജയം, രോഗങ്ങൾ, മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കാരണങ്ങളെ പറയപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ല, ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയും. ഈ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള എന്താ പറയുക, ഏതെങ്കിലും രീതിയിൽ ആ ഒരു പെരുമാറ്റം കാണിക്കുന്നവരെ നമ്മൾ പറയും ഈ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പഴമക്കാരുടെ ഒരു ഡയലോഗ് പറഞ്ഞ് തള്ളിക്കളയും. ഇത് തീർത്തും തെറ്റാണ്. ശാസ്ത്രീയമായി പറയുന്നു, ഇത് തീർത്തും തെറ്റാണ്. ഇവർ ഏതെങ്കിലും രീതിയിലുള്ള, അതായത് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവർ ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ പെരുമാറ്റത്തിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ പ്രകടിപ്പിക്കും. അപ്പൊ ഞാൻ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ദുഃഖഭാവം, അതുപോലെ നിർവികാരത, ഒന്നിനോട് എന്ത് സംഭവിച്ചാലും മൈൻഡ് ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, അതുപോലെ തന്നെ ക്ഷീണം, ഉത്സാഹക്കുറവ്, അശ്രദ്ധ, കുറ്റബോധം, പരിഭ്രാന്തി, പിന്നെ ഈ പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിൽ നിന്ന് ഉൾവലിയ, ഇപ്പൊ വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഇൻട്രോവേർട്ട് സ്വഭാവം, അതെ, ഉൾവലിയല്, ഉറക്കക്കുറവ്, അതുപോലെ ആഹാരം കഴിക്കാതിരിക്കുക, ഇഷ്ടപ്പെടുന്ന ആഹാരം പോലും മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുക, പിന്നെ അതുപോലെ ഈ മരുന്നുകൾ, ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ ആ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കേണ്ട മരുന്നുകൾ കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ അമിത വേഗതയിലെ ഡ്രൈവിംഗ്, ഇതൊരു ആത്മഹത്യയുടെ ഒരു പ്രത്യേക സിൻഡ്രോമാണെന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ വിൽപത്രം തയ്യാറാക്കി വെക്കുക. അതെന്താ സംഭവം? വിൽപത്രം മുൻകൂട്ടി തന്നെ താൻ മരിക്കാൻ പോകുന്നു എന്നുള്ള മുൻകൂട്ടി ധാരണ പ്രകാരം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ വിൽപത്രം തയ്യാറാക്കി വെച്ചാൽ പോലെ, പൈസ ഇല്ലാത്തവർ ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കി വയ്ക്കും. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെന്നേ. പല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തത്. 4 സെന്റ് ഭൂമിയുള്ളവർ തന്നെ ഇവിടെ വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ആ ഡോക്ടറിനോട് പറഞ്ഞു. 4 സെന്റ് ഭൂമിയുണ്ട്, അതിൽ തന്നെ തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയാണ്. അത് ഇന്ന ആൾക്ക് കൊടുക്കരുത് എന്നുള്ള ധാരണയോടുകൂടി വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഒരു ഡോക്ടറിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഉയർന്നു വരുന്ന തോത് മനസ്സിലാക്കണം. കേരളത്തിലെ ആത്മഹത്യയുടെ തോത് 22.86 2017. 18 23.81, 19 24.61, 20 24.33, 21 27. അമേരിക്കയേക്കാൾ വലിയ നിരക്കാണ് കേരളത്തിൽ ഈ ആത്മഹത്യാ നിരക്ക് എന്ന് പറയുന്നത്. 1ാം സ്ഥാനത്തേക്ക്. അതുപോലെ കൂട്ടാത്മഹത്യത്തിൽ രാജ്യത്തിൽ തന്നെ 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. കൂട്ടാത്മഹത്യ, അതായത് കുടുംബം മൊത്തത്തിൽ ആത്മഹത്യ ചെയ്യുക. അതിൽ 1ാം സ്ഥാനത്ത് ഇരിക്കുന്ന തമിഴ്നാട്, 2ാം സ്ഥാനം രാജസ്ഥാൻ, 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, 4ാമത് കേരളം. ഇപ്പോൾ ഇവിടെ അടുത്തിടയ്ക്ക് നമ്മുടെ എറണാകുളത്ത് ആലുവയിൽ ഒരു കുടുംബം പിന്നെ തീ പിടിച്ച് മരിച്ചു. ഓർമ്മയുണ്ടോ? അവിടെ ഒരു ജാതിക്ക ഇടുന്ന ഒരു ഗോഡൌൺ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും ഈ വീട്ടിലേക്ക് തീ പടരുകയും ചെയ്തുകൊണ്ടാണ് ഈ 4 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തത്. വളരെ റിച്ച് ആയിട്ടുള്ള കുടുംബമാണ്. ഈ പറയുന്ന ഈ മലയോര കച്ചവടം, ഈ മലഞ്ചരക്ക് കച്ചവടം ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്. വളരെ സാമ്പത്തികമുള്ള കുടുംബമാണ്. ഇത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയതാണെന്നും അവർ ആത്മഹത്യ ചെയ്താണെന്നും ഇപ്പോൾ പോലീസ് പറയുന്നു. കഴിഞ്ഞ ആഴ്ച പോലീസ് അതിന്റെ റിപ്പോർട്ട് വന്നു. അല്ല, അവർക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം. ഷോർട്ട് സർക്യൂട്ട് അല്ല, തീപിടുത്തം ഉണ്ടാക്കി. മനഃപൂർവ്വം. അത് പെട്രോളിന്റെ അംശം അവിടെ ഉണ്ടായിരുന്നു. പെട്രോൾ വാങ്ങി വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഞാൻ അതിൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് അതിന്റെ പിന്നിലെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മഹത്യയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ഇവരെ മാനസികമായി പിന്തിരിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ അവരുടെ ഇടയിൽ ഈ 3ാം ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരെ കേൾക്കാൻ ബോധമുള്ള നല്ലൊരു ശ്രോതാവ്, ക്ഷമയുള്ള ബോധമുള്ള ഒരു ശ്രോതാവ്, ഒരാളെ കേൾക്കാൻ. ഇപ്പോൾ ആത്മഹത്യയുടെ ഒരു 2ാം ഘട്ടത്തിലേക്ക് നിൽക്കുന്ന ഒരാളെ ഒരു ശ്രോതാവ് വേണം അവർക്ക് കേൾക്കാൻ. അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ തയ്യാറായുള്ള ഒരാൾ. ഒരു സിനിമ ശ്രദ്ധിച്ചു, കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഈ ഇദ്ദേഹം
പിന്നെ സൗബിനോ? നമ്മുടെ ഇ ഡി കുട്ടൻ ആ, സൗബിൻ. അപ്പോൾ അദ്ദേഹം അഭിനയിച്ച ആ രംഗത്തിൽ ആ ഡോക്ടർ അദ്ദേഹത്തെ പൂർണ്ണ സമയം കേൾക്കാൻ തയ്യാറായി. അത് എവിടെ നിന്ന് കേൾക്കുന്നു, അതൊരു മനഃശാസ്ത്രപരമായിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഇവർ ജനിച്ച കഥ മുതൽ, അതായത് ഈ 3 പേരും ജനിച്ച കഥ മുതലുള്ള കാര്യങ്ങൾ ആ ഡോക്ടർ കേൾക്കാനും അത്രയും സമയം അത് കേട്ടിരിക്കാനും അദ്ദേഹം തയ്യാറാവുന്നു. ഒടുവിൽ ഇദ്ദേഹം കരഞ്ഞ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ശ്രവങ്ങൾ അദ്ദേഹത്തിന്റെ ഉടുപ്പിനെ ഷർട്ടിനെ നനയിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആ ഡോക്ടർ വെൽ ഡ്രസ്ഡ് ആണ്. ഡോക്ടർ ഇദ്ദേഹമാണെങ്കിൽ വളരെ എന്താ പറയുക വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ചാണ് അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം നനഞ്ഞിട്ട് പോലും, ഇദ്ദേഹത്തിന്റെ ശ്രവങ്ങളാൽ നനഞ്ഞിട്ട് പോലും അദ്ദേഹം അത് കേട്ടിരിക്കാനും ഇദ്ദേഹത്തിന്റെ പൊട്ടിക്കരയുമ്പോൾ അതിനെ സമാധാനിപ്പിക്കുക. ഇങ്ങനൊരു ശ്രോതാവിനെ ലഭിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആത്മഹത്യയുടെ തോത്, ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അതായത് 3-ാം ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരാൾ മറ്റൊരാൾ എന്തിന് വേദവാക്യം പറഞ്ഞാലും നമുക്ക് അയാൾ ഇതൊന്നും അയാളുടെ തലച്ചോറിലേക്ക് വർക്ക് ചെയ്യില്ല. അതായത് അതിൻ്റെ പിന്നീടുള്ള, അതായത് എനിക്ക് ഈ പറയുന്നത് ഞാൻ എൻ്റെ തലച്ചോറിൽ എടുക്കുകയും അത് ഞാൻ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നാളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഉള്ള റിപ്ലൈ തലച്ചോറ് കൊടുക്കില്ല ഇയാൾക്ക്. അതായത് ബ്രെയിൻ തിരിച്ചുള്ളത്. അപ്പം ഞാനിപ്പം ധനുഷ് എന്നെ അടിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ ഞാൻ പിന്തിരിയുക, മാറിക്കൊടുക്കുക. പെട്ടെന്ന് എന്നെ അടിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ഞാൻ പിന്നിലോട്ട് മാറുക എന്നത് എൻ്റെ ബ്രെയിൻ എന്നോട് പറയുന്നതാണ്. അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും. അത് കിട്ടില്ല, ഈ റിഫ്ലക്സ് ആക്ഷൻ കിട്ടില്ല. മനസ്സ് പൂർണ്ണമായും മടുത്തു, അതായത് മരവിച്ചു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളത് എന്താണോ ഷാമേ, ഈ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നാണ്. നമുക്ക് ദൂരെ നിന്ന് വരുന്ന ട്രെയിൻ കാണുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാർക്ക് അത് അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫോഴ്സ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സ്വാഭാവികമായിട്ടും കടിപ്പിക്കുന്ന എഞ്ചിൻ കാണുമ്പോൾ അപ്പം ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പം ചുമ്മാ ഇങ്ങനെ ചിന്തിക്കും, ഇതിന്റെ മുമ്പ് ചാടി ആത്മഹത്യ ചെയ്യുന്നവരുടെ ആ ഒരു മനോഭാവം, ആ സമയത്തെ മാനസിക നില എന്തായിരിക്കും, അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത്. ഒരു നിമിഷം കൊണ്ട് ട്രെയിനിന്റെ മുന്നിൽ അവരുടെ ശരീരം ചന്നഭിന്നമായി പോകും. ഞാൻ ഒരുപാട് അടുത്ത് ഇത് കണ്ടിട്ടുണ്ട്. ഒരു തവണ ഞാനൊരു ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ മരണ വാർത്ത എൻ്റെ മുന്നിൽ വന്നു. ട്രെയിനിന്റെ മുന്നിൽ ചാടി, അവിടെ ഒരു 10 കിലോമീറ്റർ അകലെയാണ്, ട്രെയിനിന്റെ മുന്നിൽ ചാടി ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് അതിൻ്റെ ഒരു വാർത്ത വന്നു. നമ്മളൊരു വാർത്ത എന്നുള്ള ഒരു സ്ക്രോളുള്ള രീതിയിൽ നമ്മളിത് ടൈപ്പ് ചെയ്ത് ഈ വിവരം നമുക്ക് എല്ലാ ഗ്രൂപ്പിൽ വന്നതാണിത്. അതായത് മീഡിയക്കാരെല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് നമുക്ക് മാത്രം കിട്ടുന്നതല്ലാതെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇടുന്ന ഒരു ഗ്രൂപ്പിൽ വന്നു. അപ്പോൾ അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തിരക്കി, അപ്പം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു. നമ്മളത് വാർത്ത കൊടുക്കുകയും ചെയ്തു. വാർത്ത കൊടുത്ത് കുറേ കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു. വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിപ്പം വിചാരിച്ചു നമ്മളതിൻ്റെ വിഷയമൊന്നും എടുത്തില്ലല്ലോ, ഒരു ആത്മഹത്യ എന്നുള്ള നിലയ്ക്ക് അതിനെ അങ്ങ് വിട്ടു. പക്ഷെ അത് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വളരെ ഗുരുതരമായിരുന്നു, ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ കഥയൊക്കെ അന്വേഷിച്ചപ്പോൾ ഇത് വലിയ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അന്ന് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഫോട്ടോ വന്നിട്ടുണ്ടോ നോക്കിയപ്പോൾ ഈ കുട്ടി എനിക്ക് അറിയാവുന്ന കുട്ടിയാണ്. ഈ കുട്ടി ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. ആ ഫോട്ടോ നോക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ആത്മഹത്യ ഞാനിത് പറയുന്ന ഒരു കോമൺ വികാരമാണ്. അതായത് ആത്മഹത്യ ചെയ്യുന്നതിനെ നമ്മളെല്ലാവരും, ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ പോലും നിസ്സാരമായിട്ട് കാണുന്നു. എന്തുകൊണ്ട് അത് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാക്ക് ഇപ്പം നമ്മൾ ആരെങ്കിലും വിളിച്ചു നോക്കുമ്പോൾ അത് കടബാധ്യതയാണ്. ഈ ഒരു വാക്ക് കൊണ്ട് അത് എന്തുകൊണ്ട് കടബാധ്യത, അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കടബാധ്യതയല്ലേ ഇപ്പൊ റിച്ച് ഫാമിലി ആത്മഹത്യ ചെയ്ത്, ഞാൻ എന്റെ മനസ്സിൽ ഇപ്പൊ അതാ, ഈ റിച്ച് ഫാമിലി എന്തായിരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? അതെ, അതിനുള്ള ഇതാണ് അവരുടെ കൂടി പോയതായിരിക്കും. അത് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മലപ്പുറമാണ് ഇതിലൊക്കെ മാതൃകയാവുന്നത്. മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ആത്മഹത്യാ തോത് നോക്കുമ്പോൾ മലപ്പുറം ജില്ല ഒരുപാട് പുറകിലാണ്. രാജ്യത്ത് തന്നെ ആ ജില്ല ഏറ്റവും കൂടുതൽ പുറകിലാണ് ആത്മഹത്യാ നിരക്കിൽ. നല്ല കാര്യമാണത്. കാര്യം അത് എന്തുകൊണ്ടോ എന്തുകൊണ്ട് അത് ചെയ്താലും വളരെ നല്ല കാര്യമാണെന്ന് നമുക്കത് പറയാൻ പറ്റും. മറ്റുള്ള ജില്ലകൾ, കൊല്ലം ജില്ലയൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ. ഇതിനകത്തൊരു സയൻസ് ഉണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു സയന്റിഫിക് തിയറിയാണ്. അതായത് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് വെച്ചാൽ, ഒരാൾ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു. ആ സമയത്ത് 20 പേർ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഇതിൻ്റെ സയൻസ്. ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് 20 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് സംഭവിക്കുമ്പോൾ കേരളം വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് കൂടുതലല്ല, 20 ആയിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ആരോഗ്യ മേഖലയിലുള്ള സംവിധാനങ്ങൾ തൊട്ടടുത്ത് തന്നെ ആശുപത്രികളുണ്ട്. അതുപോലെ തന്നെ ഈ ഇടുങ്ങിയുള്ള ജീവിതമാണല്ലോ,
ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കാൻ ഒരാൾക്ക് പുറത്തിറങ്ങിയ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കും പെട്ടെന്ന് എങ്ങനെയായാലും ശ്രദ്ധയിൽപ്പെടും. എങ്ങനെയായാലും ഒരു 100 പേര് ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു 50 പേരെങ്കിലും ശ്രദ്ധയിൽപ്പെടും, അവരെ രക്ഷിക്കും. അതുകൊണ്ട് ഈ തിയറി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഈ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കണക്ക് വളരെ കൂടുതലായിരിക്കും. ഇപ്പോഴും ഈ പറയുന്ന പോലെ ഇന്നലെ എന്നോട് ആ സംസാരിച്ച മനുഷ്യൻ വളരെ നിസ്സാരോട് എന്താ പറയാ നിസ്സഹായ അവസ്ഥയും നിരാശയുമായിരുന്നു. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആത്മഹത്യ ചെയ്യാനുള്ള വഴികളെന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ അധികം വൈകാതെ നമ്മളെ ഹെൽപ്പ് ലൈനിൽ നിന്ന് കോള് വരും. അല്ല നമ്മളെ വാർത്തകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ആത്മഹത്യയെ കുറിച്ചും ഇതിനെ കുറിച്ചും എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെ ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ വരും കോള്. നമുക്ക് നിർദ്ദേശം തരും. അത് നല്ലൊരു സംഭവമാണ്. അത് നിമിഷ നേരം കൊണ്ട് ഈ സംവിധാനം നമുക്ക് നമ്മുടെ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കാം. ആഴ്ചയിൽ 2 ദിവസം ഫ്രീ കൗൺസിലിംഗ് വെക്കാം. അത് ഇവിടുത്തെ സർക്കാരിന് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ ഒരിക്കലും കൗൺസിലിംഗ് തയ്യാറായില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ 1ാം ഘട്ടത്തിൽ തയ്യാറാവും. അത് ആത്മഹത്യ ആത്മഹത്യ ചെയ്യുമെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് ഇയാളെ സഹായിക്കാൻ അത് ആത്മഹത്യയിലേക്ക് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഘട്ടങ്ങളായിട്ട് വരുന്ന തീരുമാനമാണ്. പെട്ടെന്നുണ്ടാവുന്ന തീരുമാനം വളരെ കുറച്ചാണ്. പെട്ടെന്ന് ഒരു സഡൻലി ഉണ്ടാവുന്നത് പെട്ടെന്നുണ്ടാവുന്നത് വളരെ കുറച്ചാണ്. പക്ഷേ ഘട്ടങ്ങളായി ഇത് ആത്മഹത്യയിലേക്ക് എത്തും. അതായത് ആദ്യഘട്ടങ്ങളിലൊന്നും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അവരെ പുച്ഛിക്കുന്ന മനുഷ്യരായിരിക്കും. പക്ഷേ ഇവരുടെ നിരാശ ആ സമയത്ത് ഇവർ പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ ഇവരും പിന്നീട് നടന്നു കയറുന്നത് നേരത്തെ ഇവർ പുച്ഛിച്ചവരുടെ ഘട്ടത്തിലേക്കാണ് നടന്നു കയറാറുള്ളത്. പിന്നെ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ SSLC ഫലം വന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിന് 9 A+ഉം 1 Aയുമായി പോയി. ഈ കുട്ടി അധ്യാപക ദമ്പതികളുടെ കുട്ടിയാണ്. ഈ കുട്ടി റിസൾട്ട് അറിഞ്ഞപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ A+ നേടിയവരെ എല്ലാം കൂടെ കൂട്ടി ആ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടത്തി. ഈ കുട്ടിയെ മാത്രം വിളിച്ചില്ല. നല്ല മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അത് അറിഞ്ഞപ്പോഴൊക്കെ അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ നടത്തിയതോടുകൂടി ഈ കുട്ടി ആത്മഹത്യ. അപ്പോൾ സമൂഹത്തിന്റെ ചില ഇടപാടുകൾ അത് നടത്തിയത് ഒരു സ്കൂളാണെന്ന് ആലോചിക്കണം. ഒരു സ്കൂൾ നടത്തിയപ്പോഴാണ് അല്ല, പക്ഷേ അത് ഒരു ഇന്റൻഷൻ അവർക്ക് കാണില്ല. പക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും മറ്റൊരാളുടെ ജീവനെ ബാധിക്കുന്നു. പിന്നെ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം. നമ്മുടെ തീരദേശ മേഖല, നമ്മുടെ ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ ഒരു യുവാവ് ഒരു പെൺകുട്ടിയുമായി ഒരു വാലന്റൈൻസ് ഡേക്ക് ഒരുമിച്ചിരുന്നു. ഇവർ രണ്ടുപേരും റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നത്. ഇത് സദാചാര കമ്മിറ്റി ഒന്ന് പിടികൂടി ഇവരുടെ വീഡിയോ പുറത്തു വന്നു. ആ പയ്യൻ അന്ന് രാത്രി ആത്മഹത്യ ചെയ്തു. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമില്ല. പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ല, ആ പയ്യൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ എന്തായാലും ഒന്നിനും ഒരു പരിഹാരമല്ല പറഞ്ഞുകൊണ്ട് നമുക്ക് അതായത് നമ്മൾ ഇന്നലെ വിളിച്ച അദ്ദേഹത്തിനോട് വേണ്ടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത്. കൃത്യമായി നിരാശയുണ്ടെങ്കിൽ തീർച്ചയായും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്ത ആളോട്, ഏറ്റവും നല്ല ശ്രോതാവിനോട് അത് പറയുക. അതാണ് ഏറ്റവും വലിയ മരുന്ന്.